അതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ വിശദമായ രാഷ്ട്രീയ സമകാലീന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വർത്തമാനകാലത്ത് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെല്ലാം നമ്മൾ രാജു എബ്രഹാം MLA ഉദ്ഘാടകനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട ജനീഷ് കുമാർ നമ്മുടെ പാർട്ടി DC മെമ്പർ കൂടിയാണ്. പ്രിയപ്പെട്ട ജനീഷ് കുമാറിനെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്തു. മറ്റൊരാൾ CITUവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സരിദാസ PS മോഹനാണ്. ഈ സമ്മേളനം ഇത്രയും വിജയിക്കുന്നതിന് പിന്നിൽ സുകുമാരനാണ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള CS സുകുമാരനെ സ്വാഗതം ചെയ്യും. സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പ്രവീൺ പ്രസാദിനെ സ്നേഹത്തോടെ സ്വാഗതം. റോബിൻ്റെ നന്നായുള്ള ഉറക്കളപ്പും സഹായമെല്ലാം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട റോബിനെ നിങ്ങളുടെ എല്ലാം പേരിൽ വളരെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട റോബിനെ സ്വാഗതം ചെയ്യും. ആ പ്രിയപ്പെട്ട എല്ലാവരെയും സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നവർക്ക് എൻ്റെ വിപ്ലവ അഭിവാദ്യം. ഇന്നിവിടെ നമ്മെ അഭിസംബോധന ചെയ്യാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് നാസർ കോളൻ, അദ്ദേഹം ഇതിന് പ്രസംഗിക്കാൻ അവസരം നൽകേണ്ടതുള്ളത് അതുകൊണ്ടാണ് ഞാൻ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല എന്ന് സൂചിപ്പിച്ചത്. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമ്മേളനം ഏറ്റവും നന്നായി സംഘടിപ്പിച്ചു. പെരുന്നാട്ടിലെ സംഘാടക സമിതിയെ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇന്ത്യ രാജ്യം തകരുമ്പോൾ കേരളം തല ഉയർത്തി ഒന്നാമത് നിൽക്കുന്നു? ഈ നാടിന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ്, ജനതയുടെ പിന്തുണയുള്ളത് കൊണ്ട്. ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന രാജു എബ്രഹാം സഖാവ് അടക്കമുള്ള പാർട്ടിയുടെ കർമ്മധീരരായ നേതാക്കന്മാരെ, പാർട്ടിയുടെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളുണ്ടല്ലോ, ലീഗ് ഉണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ടല്ലോ, BJP ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ, സമരം ചെയ്തോ 1000 പെൻഷൻ പോലെ വർദ്ധിപ്പിക്കണമെന്ന്? ഒരാളും ആവശ്യപ്പെടാതെ, ഒരാളും പരാതിപ്പെടാതെ, സങ്കടപ്പെടാതെ 1000 എന്ന പെൻഷൻ നമ്മൾ 1100 ആക്കി, 200 ആക്കി, 300 ആക്കി, 400 ആക്കി, 500 ആക്കി, 1600 ആക്കി. 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ പെൻഷൻ എത്രയാ? 1400. ഒരു ദിവസത്തെ പെൻഷൻ മുടങ്ങിയിരുന്നോ? നിങ്ങൾ പറ, ഒറ്റ ദിവസത്തെ പെൻഷൻ മുടങ്ങിയിരുന്നോ? നെഞ്ചത്ത് കൈവച്ച് പറ. 1400 രൂപ ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായി കൊടുത്തു, ഇല്ലേ? തെരഞ്ഞെടുപ്പ് നടന്നു. നമുക്ക് എത്രയാ സീറ്റ്? ഒരു സീറ്റ്. UDF എത്രയാ സീറ്റ്? 19 സീറ്റ്, ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ പെൻഷൻ മാത്രമാണ്? അല്ല, അതിന് തൊട്ടുമുമ്പ് ഒരു മഹാസംഭവം ഈ നാട്ടിൽ നടന്നു. എന്താണത്? 2018 മഹാപ്രളയം. 2018 മഹാപ്രളയം ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം ഉണ്ടായി 2018. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എന്റെ ഗ്രാമത്തിന് അരഞ്ഞാനം വിട്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ എന്നാണ്. കേട്ടിട്ടുണ്ടോ ആ പേര്? ഉണ്ട്. എവിടെയാ കേട്ടത്? മൊയ്തീൻ എന്ന സിനിമയിൽ, അല്ലെ? ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. പ്രണയലോകത്തിന് ഇരുവഴിഞ്ഞി എന്നൊരു പേര് കൊടുത്തു നമ്മൾ. 1982 ജൂലൈ മാസം 15-ാം തീയതി എന്റെ വീടിന്റെ വിളിപ്പാടകലുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തും കടവിൽ കാലത്ത് 8:15 തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നു പോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്നു മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാണ്. ആ ഇരുവഴിഞ്ഞിപ്പുഴയുടെ തെയ്യത്തും കടവിൽ എന്ന കടവിൽ നിന്ന് വിളിപ്പാടകലെയുള്ള 82 വർഷം പഴക്കമുള്ള എന്റെ തറവാട് വീടിന്റെ മുറ്റത്തില് ചരിത്രത്തിൽ ആദ്യമായി ഇരുവഴിഞ്ഞിപ്പുഴ 2018 ഇരമ്പിയാർത്തു വന്നു. എന്റെ വീടിന്റെ മുറ്റത്ത് നഗത്തേക്ക് നോക്കി ഇരുവഴിഞ്ഞിപ്പുഴ തത്തിക്കളിച്ചപ്പോ ഇരുവഴിഞ്ഞിപ്പുഴയോട് ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് കയറാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. മഹാഭാഗ്യം, ഇരുവഴിഞ്ഞിപ്പുഴ തിരിച്ചറിഞ്ഞിപ്പോയി. പക്ഷേ 2019 മലയിടിഞ്ഞ്, കുന്നിടിഞ്ഞ്, ഉരുളുപൊട്ടി പൂർവാധികം ശക്തിയോടെ ഇരുവഴിഞ്ഞിപ്പുഴ ഇരമ്പിയാർത്ത് വന്നപ്പോ എന്റെ വീടിനകത്ത് മുട്ടിന് വെള്ളം. നാസിർ കൊളായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ സംഭവിച്ചിട്ടുണ്ടത്, ഇല്ലേ? എന്നാൽ 2020-ലും 2021-ലും 2022-ലും 2023-ലും
ഇരുവഴിഞ്ഞിയും പമ്പയാറും പെരിയാറും ചാലിയാറും ഒരു നദികളും കരകവിഞ്ഞില്ല. പല വീടുകളുടെയും മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തിക്കളിച്ച് പമ്പയാറും പെരിയാറും ചാലിയാറും ഇരുവഴിഞ്ഞിയും ഒക്കെ തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോ വീട്ടുകാർ സങ്കടത്തോടെ പമ്പയാറിനോടും പെരിയാറിനോടും ഇരുവഴിഞ്ഞിയോടും ചാലിയാറിനോടും പറഞ്ഞാൽ എന്താ അറിയോ? ഒന്ന് കേറി പോണേന്. അതിഥിയെ വിളിക്കുന്നവര് വിളിക്കാണ്, ഒന്ന് കേറി പോണേന്. എന്തിനാന്നറിയോ? പമ്പയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് അത് അറിയണല്ലോ. വീട്ടിനകത്ത് വെള്ളം കയറിയ 10,000 കിട്ടിയോ കൊടുത്തു കേരളത്തിന്റെ കോടതിയിൽ. ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കോടതി ആ പരാതി. എന്നാൽ ഈ നാടിനോട് സത്യം വിളിച്ചു പറയാൻ ഇവര് തയ്യാറുണ്ടോ? ഇല്ല. നമ്മുടെ നേതാക്കളെ കടന്നാക്രമിക്കാൻ ഏത് സമയത്തുനിന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു മരണം സംഭവിച്ചാൽ പോലും നമ്മുടെ പ്രസ്ഥാനത്തെയോ നേതാക്കന്മാരെയോ വിടാൻ ഈ മാധ്യമ പ്രവർത്തകർ തയ്യാറല്ല? സഖാവ് കോടിയേരിയുടെ മരണം പാർട്ടി വലിയ ശാശ്വതമാക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറുമ്പാക്കല്ല. നാടിനു വേണ്ടി, നാടിന്റെ ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി പൊരുതി മരിച്ച ധീര രക്തസാക്ഷികളോട് നൽകുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ സഖാക്കളെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടിന്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വലിയ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ വർഗീയ ശക്തികള് തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? വലിയ വെല്ലുവിളിയാണ് നമ്മൾ നേരിടുന്നത്. ഇപ്പൊ നോക്ക്, വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പേരെന്താണെന്നറിയോ? ഒരു പെൺകുട്ടിയാ മത്സരിച്ചത്. ആ പെൺകുട്ടിയുടെ പേര് പ്രിയങ്ക ഗാന്ധി വധേര എന്നാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയ പ്രതീകമായിരുന്ന ബാബരി മസ്ജിദ്, ആ ബാബരി മസ്ജിദ് തകർന്നു വീണപ്പോ അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കാൻ നരേന്ദ്രമോദി തറക്കല്ലിടുമ്പോ വിതുമ്പി കരഞ്ഞ പെൺകുട്ടിയുടെ പേര് കൂടി പ്രിയങ്ക ഗാന്ധി എന്നാണ്. എന്താ പ്രിയങ്ക ഗാന്ധി വിതുമ്പി കരഞ്ഞത്? മതേതരത്വത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദ് തകർന്നുകൊണ്ടാണോ? അല്ല. പിന്നെ എന്തിനാ കരഞ്ഞത്? രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുമ്പോ ആ ചടങ്ങിലേക്ക് എന്നെ വിളിച്ചില്ല. അതിനെന്തിനാ പ്രിയങ്ക ഗാന്ധിയുടെ സങ്കടം? പ്രിയങ്ക പറഞ്ഞ മറുപടി എന്താണ്? എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. ആണോ? ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന കോൺഗ്രസിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നാളെ ഈ നാടിനോട് മറുപടി പറ. നിങ്ങൾ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നോ രാമക്ഷേത്രം? എന്നിട്ട് പറയാണ് എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിൽ എ.കെ.ജിയുടെ ഭാര്യന്റെ പേര് സുശീല ഗോപാലൻ. എനിക്കറിയാഞ്ഞിട്ടല്ല, ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചതാ. ചെറിയൊരു തിരുത്തുണ്ട്. എന്താ തിരുത്തുന്നത്? സുശീല എ.കെ.ജിയുടെ രണ്ടാമത്തെ ഭാര്യയാണ്. എ.കെ.ജി ആദ്യം കല്യാണം കഴിച്ചത് അമ്മാവന്റെ മകളെയാണ്. ഗുരുവായൂർ സമരം നടക്കുമ്പോ അമ്മാവന്റെ മകളാണ് എ.കെ.ജിയുടെ ഭാര്യ. എ.കെ.ജി നിരാഹാരം കിടക്കാണ്. ഭാര്യാപിതാവ് ഞങ്ങളുടെ നാട്ടിലൊക്കെ നിരാഹാരം കിടക്കുന്ന എ.കെ.ജിയോട് പറഞ്ഞു, മരുമോൻ എണീക്ക്, ഇത് നമുക്ക് ക്ഷീണാണ്, നമ്മൾ ഉയർന്ന ജാതിക്ക. എ.കെ.ജി ഏതാ ജാതി എന്നല്ലോ? നമ്പ്യാൻ, ഉയർന്ന ജാതിപ്പെട്ട. നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം പ്രവേശനമുള്ള ഈ അമ്പലത്തിലേക്ക് താണജാതിക്കാരൻ വരണമെന്ന് പറയുന്നത് നമുക്ക് ക്ഷീണാണ്, അതുകൊണ്ട് മരുമോൻ എണീക്ക്. എ.കെ.ജി പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന സകല മതവിശ്വാസികളും എന്ത് ചെയ്യണമെന്നറിയും? സ്വർണ്ണലിപിയിൽ എഴുതി വീടിന്റെ മുൻവശത്ത് ആണിയടിച്ച് സ്ഥാപിക്കണം. എ.കെ.ജിയുടെ മറുപടി എന്താ? എ.കെ.ജി പറഞ്ഞത് മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ. എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവിനെ കാണാൻ സകല സൃഷ്ടികൾക്കും തുല്യ അവകാശമാണ്. അമ്മോശക്കാക്ക് മനസ്സിലായി, ചെക്കൻ ശരിയാവില്ല. നേരെ ചെക്കന്റെ കൈ പിടിച്ച് വീട്ടിൽ പോയി മോളുടെ കൈ പിടിച്ച് മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. സഖാവ് എ.കെ.ജിക്ക് ഭാര്യ നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല. ഗുരുവായൂർ അമ്പലനടയിൽ സകല ഹിന്ദു മതവിശ്വാസികൾക്കും പ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്ത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് നേടിയെടുത്ത എ.കെ.ജിയുടെ പാർട്ടിയുടെ മുഖത്ത് നോക്കി മുരളീധരൻ പറയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് മതം ഇല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ നോക്ക്, ഞാനിപ്പോ മലബാർ എക്സ്പ്രസിന് പോകണം എന്റെ നാട്ടിലേക്ക്. ഞാൻ കോഴിക്കോട് ഇറങ്ങും. അത് കഴിഞ്ഞാൽ ആ ട്രെയിനിന്റെ യാത്ര അവസാനിക്കുന്നത് മംഗലാപുരത്ത്. ആ മംഗലാപുരത്ത് ഒരു ആചാരം ഉണ്ടായിരുന്നു അമ്പലത്തില്. എന്താ ആചാരം? ഉയർന്ന ജാതിക്കാരൻ ഭക്ഷണം കഴിച്ച് അവൻ വലിച്ചെറിഞ്ഞ ഉച്ചിഷ്ടത്തില് താണ ജാതിക്കാരൻ കിടന്നുരുളണം. എന്തിനാ? അവന്റെ പാപങ്ങൾ കൊടുക്കാൻ. നിങ്ങൾ പോയി നോക്ക്, ആചാരം അവിടെ ഇല്ല. ആചാരം ആരാ തിരുത്തിയെന്നറിയുന്നേക്ക്? പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സമരം. ഞങ്ങളുടെ 23ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് തമിഴ്നാട്ടിലെ മധുരൈക. ആ മധുരക്കടുത്ത മറ്റൊരു ദേശത്തിന്റെ പേരാണ് ഉത്തംപുരം. 12 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉത്തംപുരത്ത് ജാതി മതിൽ. എന്താ ജാതി മതിൽ? ആണ ജാതിക്കാരൻ അങ്ങോട്ട് കടക്കാൻ കഴിയില്ല.
ഉയർന്ന ജാതിക്കാരന് മാത്രം അപ്പുറത്തേക്ക് കിടക്കുക, താണ ജാതിക്കാരൻ മതിലിന് ഇപ്പുറത്തേക്ക് പോയി നോക്ക്. ഇന്ന് ആ മതിൽ കെട്ടില്ല. ആരാ തകർത്തെന്നറിയങ്ങൾക്ക്? വൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിൽ, പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർത്തെറിഞ്ഞു ആ ജാതി മതില്. എന്നിട്ട് ഞങ്ങളാ പറയുന്നത്, ഈ നാട്ടിലെ താണ ജാതിക്കാരെന്ന് വിളിച്ചിരുന്ന മനുഷ്യർ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ മനുഷ്യന് ഉപ്പെന്ന് ചോദിക്കാൻ അവകാശമില്ലാത്ത മനുഷ്യര് ജീവിച്ച മണ്ണായി മണ്ണ്. ഈ മണ്ണ് ഉഴുതു മറിച്ച നവോത്ഥാന നായകന്റെ പേരാണ് ശ്രീ നാരായണ ഗുരു. ശ്രീ നാരായണ ഗുരുവും അയ്യങ്കാളിയും ഉഴുതു മറിച്ച മണ്ണ് ഇല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ആരുണ്ടാക്കിയതാ നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ നവോത്ഥാന നായകർ ഉഴുതു മറിച്ച മണ്ണിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ രംഗത്ത് വന്നത്. അതുകൊണ്ട് ആ വർത്തമാനകാല കേരളം ഇങ്ങനെ നിൽക്കുന്നത്. തമിഴ്നാട്ടിലുണ്ടായിരുന്നല്ലോ നവോത്ഥാന നായകർ, അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാത്തത്? അവിടെ ഏറ്റെടുക്കാൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ നാട് നിങ്ങൾ നോക്ക്. ഈ സമ്മേളന നഗരിയിൽ പിന്നെ നമ്മുടെ നേതാക്കന്മാരുടെ ചിത്രമുള്ളത്. എന്നാൽ CPM-ന്റെ ചില സമ്മേളന നഗരിയിൽ, DYFയുടെ സമ്മേളന നഗരിയിൽ നിങ്ങൾ കാണുന്ന ചില ചിത്രങ്ങളുണ്ട്. ആരുടെ ചിത്രമാണ്? അയ്യങ്കാളിയുടെ ചിത്രം, ശ്രീ നാരായണ ഗുരുവിന്റെ ചിത്രം, യേശുദേവന്റെ ചിത്രം. പ്രവാചകന്റെ ചിത്രം വെച്ചാൽ വലിയ പ്രശ്നമാവും, അതുകൊണ്ടാണ് വെക്കാത്തത്. ആ ചിത്രം ഇല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ അതും വെക്കും. അയ്യങ്കാളിയുടെ ചിത്രം, ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം. അയ്യങ്കാളി കമ്മ്യൂണിസ്റ്റാണ്. അയ്യങ്കാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണോ? അല്ല. പക്ഷെ അയ്യങ്കാളിയുടെ ചിത്രം നോക്ക് നിങ്ങൾ. എന്താണ് ആ ചിത്രം? നെറ്റിയിൽ പൊട്ട്, തലയിൽ പട്ടുകൊണ്ട് കെട്ട്, കറുത്ത കോട്ട്. ഞാൻ ടായെന്ന അക്ഷരം 3 പ്രാസം ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തലയിൽ പൊട്ടു തൊടാൻ അവകാശമില്ലാത്ത ഈ മണ്ണിൽ താണജാതിക്കാരൻ പൊട്ടു തൊടാൻ പറ്റാത്ത കാലത്ത് ധിക്കാരത്തിന്റെ പൊട്ട് നെറ്റിയിൽ തൊട്ടവന്റെ പേരാണ് അയ്യങ്കാളി. ചെവിത്തമ്പുരാക്കന്മാർക്ക് മുല നികുതി കൊടുക്കണം. വിശ്വസിക്കോ എന്റെ തലമുറ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന പുതിയ തലമുറ വിശ്വസിക്കോ? മുലയൂട്ടണമെങ്കിൽ നികുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ നങ്ങേലി പെണ്ണ് പ്രസവിച്ചപ്പോ തമ്പുരാന്റെ കിങ്കരന്മാര് വന്നു. എന്തിനാ? മുല നികുതി വിധിപ്പിക്കാൻ. പാവം നങ്ങേലി പെണ്ണിന്റെ കയ്യിൽ എവിടെയുണ്ട് കൊടുക്കാൻ? അവിടെ എന്ത് ചെയ്തു? അവളുടെ പണിയായുധമാണ് അരിവാള്. ആ അരിവാൾ എടുത്തിട്ട് 2 മുല എറിഞ്ഞിട്ട് ചെമ്പിലേൽ വെച്ചു കൊടുത്തു തമ്പുരാന്റെ കിങ്കരന്മാരുടെ മുമ്പിൽ. ചോര വാർന്ന് പടഞ്ഞു വീണ് മരിച്ചു ആ മണ്ണിൽ. ഇന്നും ആ പ്രദേശം അറിയപ്പെടുന്നത് മുലച്ചിപ്പറമ്പ്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തോ? വർത്തമാനകാലത്ത് ഞാൻ ഓർത്തു പോവുക പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി വയനാടിലെ മേപ്പാടിക്കടുത്ത മുണ്ടക്കൈ എന്നൊരു ഗ്രാമം ഇല്ലാതായി. ചൂരൽമല എന്ന് പറയുന്ന ഒരു ഗ്രാമം ഇല്ലാതായി. പുഞ്ചിരിമറ്റം ഭൂമിക്കടിയിലായി. നിരവധി മനുഷ്യര് ഛിന്ന ഭിന്നമായി. ചാലിയാറിലൂടെ ഇന്ന് ദൂരെ മലപ്പുറത്തൂടെ ഒഴുകുന്ന ചാലിയാറിലൂടെ പോലെ മനുഷ്യന്റെ ശരീരങ്ങൾ കഷ്ണങ്ങളായി ഒഴുകി നടന്നു. പെറുക്കിക്കൂട്ടി നമ്മള്. ഒരുപാട് മനുഷ്യര് മരിച്ചപ്പോ അമ്മമാര് നഷ്ടപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളുടെ നിലവിളി, അമ്മിഞ്ഞപ്പാല് കിട്ടാത്ത കുഞ്ഞുങ്ങളുടെ നിലവിളി ആ വയനാടിന്റെ മലമടക്കിൽ നിന്ന് ഉയർന്നപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടോ? പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടോ? ഈ വർത്തമാന കേരളത്തിൽ നമ്മൾ കേട്ട മധുര മനോഹരമായ ശബ്ദം എന്താ? ഒരുപാട് അമ്മമാര്, ഒരുപാട് ഉമ്മമാര് പറഞ്ഞു, ആ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്ര മധുരമുള്ള അമ്മിഞ്ഞപ്പാല് ലോകത്ത് ആര് കുടിച്ചിട്ടുണ്ടാവും? ആ അമ്മിഞ്ഞപ്പാല് കൊടുത്ത അമ്മമാർക്കറിയോ ഏത് മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട കുട്ടികൾക്കാണ് ഞാൻ ഈ അമ്മിഞ്ഞപ്പാല് കൊടുത്തത്? ആ അമ്മിഞ്ഞപ്പാൽ ഊമ്പി കുടിച്ച കുഞ്ഞുങ്ങൾക്കറിയോ ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ്, ഏത് അമ്മമാരാണ് ഞങ്ങൾക്ക് മുല കിട്ടിയത്? അത്രയുള്ള അഹങ്കാരം. ഞാൻ പറഞ്ഞത് ആ നങ്ങേലി മുലയറുത്തപ്പോ ആ പ്രദേശത്തിന്റെ പേര് നങ്ങേലി പറമ്പ്, മുലച്ചിപ്പറമ്പ്. നിങ്ങൾ പോയി നോക്ക്. ചേർത്തലയുള്ള റോഡിലൂടെ 6 മാസം മുമ്പ് വരെ ആ ജംഗ്ഷന്റെ പേരെന്തായിരുന്നു അറിയോ? മനോരമ ജംഗ്ഷൻ. സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ഇന്ന് നിങ്ങൾ പോയി നോക്ക്, ആ ജംഗ്ഷന്റെ പേരെന്താ അറിയോ? നങ്ങേലി ജംഗ്ഷൻ. തിരുവനന്തപുരത്ത് MLA അടക്കം പോകുന്ന നിയമസഭയിലേക്ക് നിങ്ങളൊക്കെ പോയിട്ടില്ലേ? അങ്ങനെ പോകുമ്പോ തിരുവനന്തപുരത്തെ റോഡരികിലുള്ള ഒരു ഓഡിറ്റോറിയത്തിന്റെ പേരെന്തായിരുന്നു അറിയോ? VJT ഹാൾ. വിക്ടോറിയ രാജ്ഞിയുടെ നാമധേയത്തിലുള്ള ഓഡിറ്റോറിയം. എന്താ സഖാവിന്റെ പേര്? അയ്യങ്കാളി ഓഡിറ്റോറിയം. ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഇത്തരം പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഇതിനെയൊക്കെ നേരിടാനും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പോകുവാനും നമുക്ക് കരുത്ത് നൽകട്ടെ ആശംസിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.